അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദ് യാത്രയിലാണ്. തൻ്റെ അറബി കുടുംബത്തോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള യാത്ര. എന്താണെന്നറിയില്ല, അറബ് നാട്ടിലെത്തുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, സമാധാനം, റാഹത്ത്. പക്ഷേ നാട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് മനസ്സ് വല്ലാതെ അങ്ങ് കലങ്ങി മറിയുന്നത്. അല്ലാ, എൻ്റെ ഉപ്പില്ലാത്ത സ്ഥിതിക്ക് എൻ്റെ ഉമ്മയെ നോക്കേണ്ട ആൾ ഞാനാണ്. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. അതെ, പലരുടെയൊക്കെ നിർബന്ധപ്രകാരം. എങ്കിലും എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൊന്നുമോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉമ്മാൻ്റെ കുട്ടിക്ക് ഉള്ളതെല്ലാം പടച്ചോൻ തരും. അതുപോലെ തന്നെ യാ അല്ലാ, ഖുർആൻ വിട്ടു പോരുക എന്ന് പറയുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് നൊന്തു, മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി. അല്ലാ, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട്, റഹ്മാനെ, അതിനേക്കാൾ നല്ല ജോലി, ശരിക്കും ഖുർആൻ മാത്രം പഠിപ്പിക്കുന്ന ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അതെ, സത്യമായിട്ടും പലയിടങ്ങളിലും എനിക്ക് ഖുർആൻ ഓതുവാൻ അവസരം കിട്ടി. ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി. അങ്ങനെ കുറേയേറെ. അല്ലാഹ്, നിൻ്റെ പരിശുദ്ധ ഖുർആനാണ് എന്നെ രക്ഷിച്ചത്. അത് മാത്രം. ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഷെഫി, അർബാവ് ചോദിക്കുന്നു. ആ അർബാ, എന്താ ഷെഫി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? മിഴികൾ നിറയുന്നുണ്ടല്ലോ. എന്നാൽ അറബി അത് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് എപ്പോഴും ഖുർആൻ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ് ഷെഫി ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിനോട് വല്ലാത്ത ഒരു ബഹുമാനവുമായിരുന്നു എല്ലാവർക്കും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് അറിയില്ലേ? ആ അറിയാലോ, സെയ്ഫ് അറബിയുടെ, അതെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ അരികിലേക്ക്. ആ പിന്നെ അവിടുത്തെ കഥകളൊക്കെ ഷെഫി നിന്നോട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആ അവിടുത്തെ സൈത്തൂൻ ബീവിക്ക് കല്യാണം കഴിച്ച് 5 വർഷമായിട്ടും കുട്ടികളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് മസറയിൽ വന്ന പെൺകുട്ടിയെ ബീവി മോഹിക്കുകയായിരുന്നു. അതുകൊണ്ട് പറയായിരുന്നു സ്വന്തം ഭർത്താവിനോട്, പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവെ, അങ്ങ് ആ പെണ്ണിനെ വിവാഹം കഴിക്കണം, അതെൻ്റെ ആഗ്രഹമാണ്. നമുക്ക് കുഞ്ഞിക്കാല് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. അതിനു പകരം അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇനിയും ഈ കൊട്ടാരത്തിൽ വളരേണ്ടതാണ്. അതുകൊണ്ട് അവളെ വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട്, എന്നാൽ പലതവണ അറബി അത് വിസമ്മതിച്ചിട്ടും വീണ്ടും തൻ്റെ ബീവിയുടെ നിർബന്ധപ്രകാരം അത് ചെയ്യുകയായിരുന്നു. ഷെഫി, നിനക്കറിയുമോ? ഇല്ല, അതൊന്നും എനിക്ക്. ആ എന്നാൽ കേട്ടോ, അങ്ങനെ മസറയിൽ കഴിഞ്ഞ പെൺകുട്ടി വിവാഹം കഴിച്ചു. അവളാണ് പ്രസവിച്ച ആ കുഞ്ഞ്. അതിനാണ് നീ പേരിട്ടത്. പേര് എന്താ? നൂറുദ്ദീൻ അല്ലേ? ഓ, ദീനിൻ്റെ വെളിച്ചം. അത് എന്താണെന്നറിയില്ല, തികച്ചും ആ കുഞ്ഞിന് അനുയോജ്യമായൊരു പേരായിരുന്നു. ആ കുഞ്ഞ് അത്രക്കും വെളിച്ചമുള്ളതായിട്ട് എനിക്ക് തോന്നി. ആ കുഞ്ഞിൻ്റെ ഉമ്മ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോവുകയാണ്. ഷെഫി ഉസ്താദിൻ്റെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. അല്ലാ, ആ കുഞ്ഞിൻ്റെ ഉമ്മ, അതെ, ഞാൻ ആദ്യം സ്നേഹിച്ച ഫർസാന. അല്ലാ, ഷെഫി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. ഒരു പക്ഷേ അറിയുമെന്ന് പറഞ്ഞാൽ അത് വേണ്ട. തൽക്കാലം അറിയാത്ത രീതിയിൽ തന്നെ നിൽക്കുകയായിരിക്കും നല്ലത്. എന്തൊക്കെ തന്നെയായാലും അവളെ വിവാഹം കഴിച്ചല്ലോ അറബി, എനിക്ക് സമാധാനമുള്ളൂ, എനിക്ക് സന്തോഷമുള്ളൂ. ഓള് രക്ഷപ്പെടണം എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ. കാരണം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ. അവൾക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ച് പോയ ദിവസങ്ങളിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതെ, ഒന്ന് മാറിത്തരുമോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പോകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിരുന്നു. ആരും കാണാതെ പള്ളിക്കകത്ത് പോയി ഞാൻ ഒരുപാട് കരയുമായിരുന്നു. ഫർസാന മോളെ, നിന്നെ എത്ര ഇഷ്ടപ്പെട്ടിടി. നീ എന്തിനാ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? സത്യമായിട്ടും കണ്ണീരിന് കണക്കില്ലായിരുന്നു. വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ലായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ ഒരുതരം ആലോചന. അതെ, കണ്ണടച്ചാലും തുറന്നാലും ഫർസാന എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇക്കടെ പെണ്ണെ, ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. പക്ഷേ നിനക്ക് നല്ല ജീവിതം ഉണ്ടാട്ടെ. ഒരിക്കലും നിന്നെ ഒരാൾ ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവേ, എൻ്റെ ഫർസാനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്നതിൽ നിന്ന് ഏറ്റവും പരിശുദ്ധമായൊരു ജീവിതം നീ കൊടുക്കല്ല. ഹൃദയം പൊട്ടി തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുമായിരുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, അവൾ ഉപദ്രവിക്കപ്പെടാതിരുന്നാൽ മതി, അവളെ
ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി. എൻ്റെ ഉസ്താദിൻ്റെ മോളാണ്. ചില സമയത്തെ അല്ലെങ്കിൽ താൽക്കാലിക നിമിഷത്തെ സുഖത്തിന് വേണ്ടി എല്ലാം മറന്നു പോയതായിരിക്കും. അല്ലാഹ് നീ പുറത്തു കൊടുക്ക്. ഒരുപാട് അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് തിരിച്ച് കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവൾ സുഖമായി കഴിയണം. അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്. എൻ്റെ ജീവിതം സാരല്ല, കുറച്ച് കാലത്തെ ജീവിതമല്ലേ, അതിങ്ങനെ കഴിഞ്ഞു പോയിക്കോളും. പക്ഷേ ഓളെ നീ വിഷമിപ്പിക്കല്ലേ. അത്രക്കും ഇഷ്ടമായിരുന്നു എനിക്ക് ഓളെ ശരീരത്തിൽ ഒരു മുള്ളേൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് വേദനിക്കും. അത്രക്കും കരഞ്ഞുകൊണ്ടായിരുന്നു ഷെഫി ഉസ്താദ് അതെല്ലാം ദുആ ചെയ്തിരുന്നത്. എന്നാൽ അൽഹംദുലില്ലാ ഇവിടെ ഏറ്റവും പ്രമുഖനായ ഒരു അറബിയുടെ ഭാര്യയായി അവൾ തുടരുന്നു എന്നറിഞ്ഞതിൽ അൽഹംദുലില്ലാ സന്തോഷമേ ഉള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഓൾ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ. പല പല ചിന്തകളാണ് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഷെഫി ഉസ്താദ് അല്പസമയം കഴിഞ്ഞപ്പോൾ അറബി വിളിക്കുന്നു. ഷെഫി. ഒരു നിമിഷം സ്വപ്നലോകത്തിൽ നിന്ന് അവൻ ഞെട്ടി ഉണരുന്നു. അതെ, ലൊക്കേഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫീഖ് എന്ന് പറഞ്ഞ് ഓർമ്മിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് അർബ മോനെ എത്താനായിട്ടോ, ഇനി വെറും 5 മിനിറ്റ്, അവിടുത്തെ സ്പീഡല്ലേ ഇതാന്ന് പറയുമ്പോഴേക്കും അതെത്തും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ അറബി അത് ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി ഷെഫീഖിന് എന്നുള്ള രീതിയിൽ. മോൻ എന്തിനൊക്കെ അറിയുന്നത്? അല്ലർബാ, ഞാൻ ആ പിഞ്ച് പൈത്തലിനെ ഇട്ടിട്ട് പോയത് വിചാരിച്ചിട്ടേ, പറ്റുമ്മയല്ലേ, അതിനെങ്ങനെ കഴിഞ്ഞു എന്ന്. ശരിയാണ് മോനെ, നീ പറഞ്ഞത് യഥാർത്ഥമാണ്. അറബി തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ, അവന് വരെ സങ്കടം എന്നുള്ള രീതിയിൽ. അങ്ങനെ അതാ സൈഫ് അറബിയുടെ വിശാലമായ ആ കൊട്ടാരത്തിൻ്റെ വലിയ ഗേറ്റുകൾ കടന്ന് ആ കാറ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. സൈഫ് അറബി അവിടെ പോർച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോകുവാനുള്ള ഒരു പുറപ്പാട്. യാ അല്ലാ, വാഹനത്തിൽ നിന്ന് അതാ തൻ്റെ പ്രിയപ്പെട്ട എളാപ്പയും ഭാര്യയും മകളും ഷെഫി ഉസ്താദും ഇറങ്ങുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട എളാപ്പയെ കെട്ടിപ്പിടിക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സേഫ് എങ്ങോട്ടാ? കുഴപ്പമില്ല, വെറുതെ ഒന്നിറങ്ങാൻ വേണ്ടി നിന്നതാ. നിങ്ങൾ വന്നപ്പോൾ അകത്തേക്ക് കയറിട്ടോ മോനെ ഷെഫീഖ് എന്ന് പറഞ്ഞ് ഷെഫി ഉസ്താദിനെയും അറബി നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയുണ്ട് മോനെ, സുഖല്ലേ? അൽഹംദുലില്ലാ, റാഹത്ത്. കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ. ജെയ്ത്തൂൻ അറബി വിളിക്കുന്നു. ജെയ്ത്തൂൻ ബേബി ഓടിയെത്തുന്നു. സേഫ് എന്താ? വന്ന് നോക്ക് പെണ്ണെ, ആരൊക്കെ? മാഷാ അല്ലാ. ശരിക്കും എളാമയെയും മകളെയും എല്ലാം കണ്ടപ്പോൾ ജെയ്ത്തൂൻ ബേബി അവരെ കെട്ടിപ്പിടിച്ചു. മാഷാ അല്ലാ, കാണാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷമുണ്ട് കേട്ടോ. എവിടെ കുഞ്ഞ് ഉറങ്ങി? ദാ വരൂ ഇങ്ങോട്ട്. ഉറങ്ങിക്കോട്ടെ. അല്ല അതിനെന്താ, ഓപ്പൺ തൊട്ടിലല്ലേ, കണ്ടോളൂ. ജെയ്ത്തൂൻ ബേബിയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴേക്കും. അല്ല ജെയ്ത്തൂൻ, എങ്ങനെ കുഞ്ഞിനെ വളർത്തുന്നത്? ജെയ്ത്തൂൻ ബേബി കരയുകയായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് അറിയുന്നില്ല പൊന്നുമോനെ. എത്രയൊക്കെ തന്നെയായാലും ആ പെറ്റമ്മയുടെ വേദന അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമല്ലേ. ഞാൻ ഫർസാനെയാണ് വിചാരിച്ചു പോയത്. അവൾക്ക് എത്ര സങ്കടം ഉണ്ടാവും. ആയിക്കോട്ടെ മോളെ, കുഞ്ഞ് നിന്നോട് കുറേ പൊരുത്തപ്പെട്ടോ? പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അമ്മിഞ്ഞയില്ലല്ലോ കൊടുക്കാൻ. അതാണ് വല്ലാത്തൊരു സങ്കടം. അവൾ വരാനായോ? വരും, 1-2 ആഴ്ചയുള്ളിലൊക്കെ വരും. ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളതല്ലേ, ഒന്ന് കണ്ടു വന്നോട്ടെ എന്നും വിചാരിച്ചു. എന്താണെന്നറിയില്ല, കുഞ്ഞിനെ കൊണ്ടുപോകാനൊന്നും അവൾ വല്ലാതെ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ജെയ്ത്തൂൻ ബീവി ഏൽപ്പിച്ചിട്ടാണ് അവൾ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ഒരിക്കൽ കൂടെ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ നിന്ന് ബീവിയുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ. എന്നാലും സാരല്ല, അൽഹംദുലില്ലാ, കുഞ്ഞ് വളരെയധികം ആരോഗ്യവാനായിട്ട് തന്നെ വളരുന്നു. കണ്ടില്ലേ, മാഷാ അല്ലാ, വെളുത്തു തുടുത്ത വലിയൊരു കുഞ്ഞായിട്ടുണ്ട്. ശരിക്കും എളാമ്മ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കുവാൻ വേണ്ടി പെട്ടെന്ന് സൈഫ് അറബി അങ്ങോട്ട് വരുന്നു. ജെയ്ത്തൂൻ
കുഞ്ഞിനെ ഒന്നിങ്ങെടുത്തേ. കുഞ്ഞിനെ പേരിട്ട് ആള് വന്നിട്ടുണ്ടല്ലോ. എളാപ്പാക്കും കാണാൻ. അപ്പോൾ തന്നെ കുഞ്ഞ് ചെറിയൊരു അനക്കം. അതാ അല്ല, കുഞ്ഞുണരുന്നുണ്ടല്ലോ. ഇല്ലല്ലല്ല, മനമുത്ത് മോനെവിടെ, മനമുത്ത് പൊന്നു മോനെവിടെ. ജയ്ത്തൂൻ ബീവി കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. ഓ, കണ്ടില്ലേ ചിരിക്കുന്നത്. എത്ര ഉറക്കത്തിലാണെങ്കിലും എടുത്താലേ മുഖത്ത് നോക്കിയ ഒരു ചിരിയാണ്. മാഷാ അല്ലാ. മോള് ഭാഗ്യവതിയാണ്. മോള് പ്രസവിച്ചിട്ടില്ല എങ്കിലും ഇങ്ങനൊരു കുഞ്ഞിനെ മോൾക്ക് ലഭിച്ചല്ലോ. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പടച്ച റബ്ബായിട്ടാണ് നിനക്ക് തന്നത്. ആ ഉമ്മാക്ക് മനസ്സിനെ ഉറപ്പ് കൊടുക്കട്ടെ. കാരണം നിങ്ങളുടെ അരികിൽ എത്തുമ്പോഴേ അത് ഏറ്റവും സുരക്ഷിതമാണ് കുഞ്ഞെന്ന് അവൾക്ക് തോന്നിയിട്ടായിരിക്കും. എളാമ്മ, സത്യമായിട്ടും എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. കണ്ടില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. മാഷാ അല്ലാ. മോളെ, നല്ലൊരു കുഞ്ഞാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തുവാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. എളാമ്മ, ഞങ്ങൾക്ക് ഇവനല്ലാതെ ഇല്ല. ഞങ്ങളുടെ സന്തോഷം ഇവനാണ്. നൂർമോനെ എന്ന് വിളിക്കുമ്പോൾ ആ മോണ കാട്ടിയൊരു ചിരിയുണ്ട്. ആ ഒരു ചിരി, അല്ലാ. പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരുപാട് ചുംബിച്ച് സെയ്ഫ് അറബിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ സെയ്ഫ് അറബി പറയുകയാണ്, എളാമ്മ കിട്ടൂല, എനിക്ക് കുഞ്ഞിനെ തരില്ല. അവളിത് ഭയങ്കര താലോലിച്ച് നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബിച്ച് തരില്ല എനിക്ക്. ഞാനും അവളും എപ്പോഴും വഴക്കാ. ഞാൻ പറയും എനിക്കും കുഞ്ഞിനെ കുറച്ച് താടി പിടിക്കാൻ എനിക്കും ആഗ്രഹമല്ലേ എന്ന് പറയും. പക്ഷേ എന്നോട് പറയും ഞാൻ പിടിക്കുന്നു നിങ്ങൾ പിടിക്കുന്നു കണക്കല്ലേ, നിങ്ങളെ കുഞ്ഞന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സമയം അവളെ കയ്യിൽ തന്നെ ആയിരിക്കും. മാഷാ അല്ലാ. മോനെ, നിങ്ങളുടെ ഈ സ്നേഹം എന്നൊന്നും നിലനിർത്തി തരട്ടെ പടച്ച റബ്ബ്. കണ്ടില്ലേ, ക്ഷമിച്ചു. 5 വർഷം വരെ അവളുടെ ഇഷ്ടപ്രകാരം അവൾ നിന്നെക്കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു. അപ്പോൾ പിന്നെ അതിനനുസരിച്ചെല്ലാം നീ നിന്നല്ലോ മോനെ. അത് തന്നെയാണ് വേണ്ടത്. ഭാര്യമാരെ വേദനിപ്പിക്കാൻ പാടില്ല. അവളുടെ ഇഷ്ടത്തിന് മോൻ നിന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ എത്ര സന്തോഷകരമായൊരു ജീവിതമാണ് നിങ്ങൾക്ക് വന്നത്. അങ്ങനെ അതാ സെയ്ഫ് അറബി കുഞ്ഞിനെയും കൊണ്ട് നേരെ ചെല്ലുന്നു. എന്നാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ ഷെഫി ഉസ്താദിന് നിയന്ത്രണം വിട്ടുപോയി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ സെയ്ഫ് അറബിയുടെ അരികിലേക്ക് ഓടിയെത്തി. ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിക്കുന്നു. മാഷാ അല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അതിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അല്ലാ, എവിടെയൊക്കെയോ ഫർസാനയുടെ ഒരു ചായയുണ്ടോ അറിയുന്നില്ല. അവളുടെ ആ മനോഹരമായ കണ്ണുകൾ അത് കിട്ടിയിട്ടുണ്ട്. ആ മൂക്ക്, ആ ചുണ്ട്, അതൊക്കെ ഇവൾ ഉള്ളതുപോലെയാണല്ലോ റബ്ബെ തോന്നുന്നത്. പഠിച്ചോനെ, എൻ്റെ ഫർസാന പ്രസവിച്ച കുഞ്ഞാണിത്. ഷെഫി ഉസ്താദിന് നിയന്ത്രണം സഹിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് ചുംബിച്ച്. അറിയില്ലായിരുന്നു, ഇപ്പോഴല്ലേ അറിഞ്ഞത്. അറിയില്ലായിരുന്നു. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് തൻ്റെ ഫോൺ എടുത്ത് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്നു. പൊന്നു മോനെ, ഉമ്മച്ചിൻ്റെ കുട്ടിയല്ലേ, ഉമ്മച്ചി നല്ല രീതിയിലാവട്ടെ കേട്ടോ. ഉമ്മച്ചി റാഹത്താവട്ടെ, സന്തോഷത്തിലാവട്ടെ, അത് മാത്രമാണ് ആഗ്രഹം. തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ കവിളിലും നെറ്റിയിലും ചുണ്ടുകളിലും ഒരുപാട് ചുംബനം അർപ്പിക്കുകയാണ് ഷെഫി ഉസ്താദ്. എന്താണെന്നറിയില്ല, കുഞ്ഞിനെ വേർപ്പെടാൻ തോന്നുന്നില്ല. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്താൻ തോന്നുകയാണ്. റബ്ബെ തിരിച്ചു കൊടുക്കുവാനേ തോന്നുന്നില്ല. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി അവൻ ചിരിക്കുന്നു വല്ലാതെ. ആ ചിരിയിൽ ഫർസാനയുടെ ചായ എവിടെയൊക്കെ ഉള്ളതുപോലെ ഷെഫി ഉസ്താദിന് തോന്നുകയാണ്. ഷെഫി ഉസ്താദ് കുഞ്ഞിനെ വീണ്ടും ചുംബിച്ചു. അറിയുന്നില്ല. റബ്ബേ, അല്ലാ, പഠിച്ചവനെ, എന്തൊരു വിധിയായത്. എങ്ങനെയൊക്കെയാണല്ലോ വിധിയായത്. സാരല്ലല്ലാ, ഫർസാൻ രക്ഷപ്പെടണം, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഷെഫി ഉസ്താദിന് കണ്ണീര് നിൽക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ തുടക്കുകയായിരുന്നു. പൊന്നുമോനെ വീണ്ടും ചുംബിക്കുകയാണ്. കയ്യിൽ നിന്ന് കൊടുക്കുവാനാ തോന്നുന്നില്ല. അപ്പോഴേക്കും എളാപ്പ, മോനെ എവിടെ നൂറുദ്ദീൻ, ഒന്ന് കാണട്ടെ. അറബി എഴുന്നേറ്റു. അറബിയുടെ കൈകളിലേക്ക് അതാ വെച്ച് കൊടുക്കുന്നു. അർബ, ഇതാ നൂറുദ്ദീൻ, ഇവൻ ദീനിൻ്റെ വെളിച്ചമാണ്.
ഇവൻ ദീനിൻ്റെ വെളിച്ചം. ഇവനെ കൊണ്ട് നമുക്ക് ദീൻ ഒന്നുകൂടെ പ്രചരിപ്പിക്കണം. അതാണ് ആഗ്രഹം. മോനെ, ഇൻഷാ അല്ലാ ഉസ്താദായിട്ട് മോനുണ്ടാവുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ തീർച്ചയായും എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഇവനക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് വരാനും അതൊരു കാരണമാകും. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ പിന്നെ കുഞ്ഞിനുള്ള ഉസ്താദായി മാറി. കുഞ്ഞിനുള്ള ഉസ്താദ് ഷെഫി ഉസ്താദ് അപ്പോൾ തന്നെ സെയ്ഫ് അറബിയോട് കാര്യം പറയുന്നു. സെയ്ഫ്, കുഞ്ഞിനുള്ള ഉസ്താദ് ഇവിടെ ഉണ്ട്. കുഞ്ഞിനെ പേര് വെച്ച ഉസ്താദിന്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, സന്തോഷം. എനിക്ക് ഏറ്റവും സന്തോഷമേ ഉള്ളൂ സെയ്ഫ് അറബിയുടെ കൈകളിൽ എൻ്റെ കുഞ്ഞിനെ പഠിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നത്. ഇൻഷാ അല്ലാ ഒരു 3 വർഷം കഴിയട്ടെ കേട്ടോ. അതിനു മുമ്പായിട്ട് കുഞ്ഞിനെ എപ്പോഴും ഖുർആൻ പാരായണം കേൾപ്പിക്കുക. പലപ്പോഴും കുഞ്ഞ് കളിച്ച് കിടക്കുന്ന സമയത്ത് പൊതുവെ അറബ് നാട്ടിൽ ഖുർആൻ മാത്രമാണല്ലോ, ഖുർആൻ വെച്ചു കൊടുക്കുക. ആ ഖുർആൻ്റെ ശബ്ദങ്ങൾ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ കുഞ്ഞിനെ കൂടുതലായിട്ട് ബുദ്ധിശക്തി, അതെ മെമ്മറി പവർ, അതെല്ലാം വർദ്ധിക്കും. കൂടുതൽ വിജ്ഞാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ, അള്ളാഹു പറഞ്ഞ വചനങ്ങൾ കേൾക്കുമ്പോൾ കുഞ്ഞിന് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. അതുകൊണ്ട് കുഞ്ഞിനെ ഖുർആൻ പാരായണം എപ്പോഴും കേൾപ്പിക്കുക. ഷെഫി ഉസ്താദ് അതായിരുന്നു ഫസ്റ്റ് നിർദ്ദേശം നൽകിയിരുന്നത്. കുഞ്ഞിനെ കൊടുക്കുവാനേ തോന്നില്ല. പഠിച്ചോനെ, കണ്ടാൽ ചെറുതാൻ, പിടിക്കുവാൻ തന്നെ നല്ലൊരു സുഖമുള്ള ഒരു സോഫ്റ്റ് കുഞ്ഞ്, എത്ര മനോഹരമാണല്ലോ. ഒരു നിമിഷം ഷെഫി ഉസ്താദ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിചാരിച്ചു, യാ അല്ലാ, ഈ കുഞ്ഞ് ഇത്ര മനോഹരമാണെങ്കിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരായിരിക്കും. റബ്ബേ, ഹബീബിൻ്റെ മുഖമൊന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നാണ്. മുത്ത് ഹബീബിൻ്റെ ചാരത്ത് ഇരിക്കാൻ, ഹബീബിനോട് സംസാരിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഷെഫി ഉസ്താദിൻ്റെ ചിന്തകൾ മാറി മറിയുന്നു. സങ്കടത്തോടെ ഷെഫി ഉസ്താദ് മൂളുകയാണ്. അന്ത്യദൂതേരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹമൂദിൻ തിരു പാദം ചുംബിച്ച മണ്ണിലായിരുന്നെങ്കിൽ ഞാൻ ജന്നത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറു ഹൈനി മർഹബ ജദ്ദൽ ഹുസൈൻ. തൻ്റെ പ്രിയപ്പെട്ട മുത്ത് ഹബീബിനെ നേരിൽ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ കൂടിക്കൊണ്ടിരുന്നു. അല്ലാ, പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി. ഷെഫി അറബിയുടേതായിരുന്നു. അത് സെയ്ഫ് അറബിയുടെ. അർബ, ഇതാ കുഞ്ഞിനെടുത്തിട്ട് കൊതി തീരുന്നില്ല അല്ലേ? ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ശരിക്കും സെയ്ഫ് അറബി ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി? കുഞ്ഞിനെ കൊണ്ടുപോകണോ? ശരിക്കും സെയ്ഫ് അറബിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആഗ്രഹം. റബ്ബേ, അറിയുന്നില്ല, കുഞ്ഞിനെ വേർപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ല, തീരെ അറിയുന്നേ ഇല്ല. എൻ്റെ ഫർസാനം പ്രസവിച്ച കുഞ്ഞായതുകൊണ്ടാണോ അറിയില്ല അല്ലാ. പക്ഷേ ജൈത്തൂൻ ബീവി കാത്തു സൂക്ഷിക്കുന്ന കുഞ്ഞാണത്. കണ്ണുകൾ നിറച്ചുകൊണ്ട് കുഞ്ഞിനെ കൈമാറുന്നു. ഇതാ കുഞ്ഞിനെ. അല്ലാഹു കുഞ്ഞിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. മോനെ ഷെഫി ഉസ്താദ് ഒന്ന് ഞെട്ടി. അതെ, സെയ്ഫ് അറബി തന്നെയായിരുന്നു. മോനെ, എൻ്റെ കുഞ്ഞിനെ നീ പഠിപ്പിക്കണം, നീ നോക്കണം, അവനെ ദീനിയായി വളർത്തണം. അതിനുവേണ്ടി എന്ത് പാരിതോഷികങ്ങളും തരാൻ ഞാൻ തയ്യാറാണ് കേട്ടോ, ഇൻഷാ അല്ലാ. ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇൻഷാ അല്ലാ, അള്ളാഹു അതിനുള്ള അനുഗ്രഹം നൽകട്ടെ, ആമീൻ. ഷെഫി ഉസ്താദിന് എന്തെന്നറിയില്ല, കുഞ്ഞിനെ വിട്ട് വീട്ടിൽ നിന്ന് പോരുവാനേ തോന്നുന്നില്ലായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.
അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.